എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ സ്പർശ് എന്ന പുസ്തകത്തിലെ ബഡേ ഭായി സാഹബ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ കണ്ടിന്യൂഷൻ സെഷനാണ്. പറഞ്ഞാൽ 2 പാർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ലാസ്റ്റിലെ ഭാഷാ അധ്യയനിലെ 3rd 4th 5th ആണ് ഇതിലിടുന്നത്. അപ്പോൾ 3rd 4th കുറച്ച് ഗ്രാമർ ഉള്ളതാണ്. അപ്പോൾ അത് ഒരേ അടി പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വേറെ വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ. 5th എളുപ്പമാണ്. ഇക്ക് പ്രത്യയ് ലഗാക്കർ ശബ്ദ ലിഖിയെ എന്നാണ്. അപ്പോൾ അത് പ്രത്യയ ഉപസർഗമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3rd 4th എന്താണെന്ന് വെച്ചാൽ निम्नलिखित तत्सम तद्भव देशी आगत शब्दों को दिए गए उदाहरणों के आधार पर चाट कर लिखिए. കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോരോ ഗ്രൂപ്പിൽ പെടും. തത്സം, തദ്ഭവ്, ദേശി, ആഗത് അങ്ങനെ 4 തരത്തിലുള്ള ഗ്രൂപ്പിൽ പെടും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വേർഡ്സുകളെ തരംതിരിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്കത് എന്താണെന്ന് പഠിക്കാം. ഉത്പത്തി കെ ആധാർ പർ ശബ്ദ 4 तरह के है. ഉത്പത്തി എന്ന് പറഞ്ഞാൽ ഉത്പത്തി, ഉത്പന്ന ഹോന പറഞ്ഞാൽ ഉണ്ടാവുക, ജനിക്കുക. അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ ശബ്ദങ്ങൾ ഓൾറെഡി, ശബ്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ, വേർഡ്സ് ഓൾറെഡി ഉണ്ടായ പ്രകാരം അതിൻ്റെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 4 തരത്തിലുള്ളതുണ്ട്. 4 അല്ല, ആക്ച്വലി 5 എന്നും പറയും. 4 എന്നും 5 എന്നും പറയാറുണ്ട്. ഒന്നും കൂടിയുണ്ട്, മെയിനായിട്ട് ഇത് 4 എന്ന് പറയാറുണ്ട് കൂടുതൽ. അപ്പോൾ ഉണ്ടായതനുസരിച്ച്, വാക്കുകൾ ഉണ്ടായതനുസരിച്ചിട്ട് അത് 4 തരത്തിലുണ്ട്. അതെന്തൊക്കെയാണ്? തത്സം, തദ്ഭവ്, ദേശജ്, ആഗത് അഥവാ വിദേശജ് എന്ന് വെച്ചാൽ 4 തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തത്സം ഓർ തദ്ഭവ് ആദ്യം പഠിക്കാം എന്താണെന്ന്. അപ്പോൾ തത്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തത്ത് പ്ലസ് സം, നമ്മളത് പദം പിരിച്ചെഴുതുന്ന സമയത്ത്, അതിനെ പദവിച്ഛേദം ചെയ്യുന്ന സമയത്ത് തത്ത് പ്ലസ് സം എന്ന് വരും അതിന്. അപ്പോൾ തത്സം, തത് പ്ലസ് സം. അപ്പോൾ തത്ത് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഉസ്കെ, സം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് സമാൻ. ഉസ്കെ സമാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ, ഉസ്കെ സമാൻ അതുപോലെ, അതുമാതിരി എന്നൊക്കെ പറയും നമ്മൾ മലയാളത്തിൽ. അപ്പോൾ ഏത് മാതിരി, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയണത്? സംസ്കൃത ഭാഷയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ബേസ് എടുത്തിരിക്കുന്നത് സംസ്കൃത ഭാഷയിലുള്ള ശബ്ദങ്ങൾ അഥവാ വേർഡ്സ്, വാക്കുകളാണ്. അപ്പോൾ സംസ്കൃത ഭാഷയിലെ പോലെ, ഉസ്കെ സമാൻ, സംസ്കൃത് ഭാഷ കെ ശബ്ദോं के समान, शब्दों के तरह എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസ്കൃത് ഭാഷ മേ जो के त्यों लिए गए शुद्ध शब्दों को तत्सम शब्द कहते हैं എന്ന് വെച്ചാൽ എന്താണ്? സംസ്കൃത ഭാഷയിൽ നിന്ന്, സംസ്കൃത ഭാഷാസേ, സംസ്കൃത ഭാഷയിൽ നിന്ന് जो के त्यों लिए गए, जो के त्यों എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അതേപോലെ, വൈസേ ഹി അതേമാതിരി, ഉസി സമാൻ, പിന്നെ ജോങ്കിയത്യോൻ്റെ അർത്ഥം ലിയഗയെ എടുത്തിട്ടുള്ള, ശുദ്ധ ശബ്ദോങ്കോ ശുദ്ധമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ അതിനെ ഒരു മാറ്റവും ചെയ്യാതെ അങ്ങനെ എടുത്തിട്ടുള്ള വാക്കുകളെയാണ് തത്സം ശബ്ദ് കഹത്തെ ഹേ, തത്സം ശബ്ദ്, തത്സം വാക്കുകൾ എന്ന് പറയുന്നത്. പറഞ്ഞ സംസ്കൃത ഭാഷയിലെ വേർഡ്സ് അത്രേ ഉള്ളൂ, ഒന്നുമില്ല പ്രത്യേകിച്ച്. അതിനെ നമ്മൾ തത്സം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? പക്ഷി, ആമ്ര, എക്സാമ്പിൾ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. പക്ഷേ 2 മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ എക്സാമ്പിൾ. അപ്പോൾ ഇതെല്ലാം സംസ്കൃത ശബ്ദത്തിലുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് അത് സംസ്കൃതമോ ഹിന്ദിയോ ഒന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മൾ നോർമലായിട്ട് 2ലും യൂസ് ചെയ്യും. എന്ന് മാത്രമല്ല, 2ൽ കൂടുതൽ നമ്മൾ മലയാളത്തിലും കൂടി ഇപ്പോൾ പക്ഷിക്ക് പക്ഷി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കൂടുതൽ ലാംഗ്വേജിൽ അത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പര്യായപദം വരുന്ന സമയത്തും എഴുതാറുണ്ട്. പിന്നെ അടുത്തത് തദ്ഭവ്. തദ്ഭവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തദ്ഭവ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? അത് പദം വിച്ഛേദം ചെയ്യുന്ന സമയത്ത് തത്ത് പ്ലസ് ഭവ്. അപ്പോൾ തത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ തന്നെയാണ്, അതിൻ്റെ, അത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഉസ്സെ. തത്ത് എന്ന് വെച്ചാൽ ഉസ്സെ, ഭവ് എന്ന് വെച്ചാൽ ഉത്പന്ന, ഉത്പന്ന അല്ലെങ്കിൽ പൈദാ ഹുവ, അതിൻ്റെ അർത്ഥം ഉണ്ടായത്. അപ്പോൾ ഉസ്സെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും, അതിൽ നിന്നും ഉത്പന്ന ഉണ്ടായത് പറഞ്ഞാൽ ഉസ്സെ ഉത്പന്ന ഹുവ, ഉസ്സെ പൈദാ ഹുവ അതിൽ നിന്നും ഉണ്ടായത്. ഏതിൽ നിന്നും? സംസ്കൃതത്തിൽ നിന്നും. അപ്പോൾ ബേസ് ഇവിടെ എന്താണ്? സംസ്കൃതമാണ്. അപ്പോൾ സംസ്കൃതത്തിൽ നിന്നും ഉണ്ടായ വാക്കുകൾ. അപ്പോൾ ഉസ്സെ ഉത്പന്ന ഹുവ, സംസ്കൃത് സേ ഉത്പന്ന ഹുവ ശബ്ദ്. പക്ഷേ അതിനെ എന്താ ചെയ്തിരിക്കണേ? അതിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്. സംസ്കൃത് ഭാഷാ സേ ഉത്പന്ന ഹുവ ശബ്ദ്, സംസ്കൃത് ഭാഷാ സേ ബനെ ശബ്ദോं का परिवर्तित रूप को तद्भव कहलाता है.
അപ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്നും ഉണ്ടായ ശബ്ദങ്ങൾ, പക്ഷേ അതിനെ അതേപടി യൂസ് ചെയ്യാതെ അതിൽ നിന്ന് നമ്മൾ അതിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തിയ വേർഡ്സുകൾ, ആ വാക്കുകളെയാണ് നമ്മൾ തദ്ഭവ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കൃത ഭാഷയിൽ ശുദ്ധമായിട്ടുള്ള വാക്കുകൾ തത്സമും അതിനെ കുറച്ച് മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന വാക്കുകളെ തദ്ഭവും എന്ന് പറയുന്നു. അപ്പോൾ ഇനി സംസ്കൃത് സേ ഹിന്ദി മേ ആനെ സേ ജോ ബദൽ ജാതാ ഹെ ഉനെ തദ്ഭവ് ശബ്ദ് കഹത്തെ ഹെ. ഇനിയൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഇനിയൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ, സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് വരുന്ന സമയത്ത് അതിലെന്ത് മാറ്റങ്ങളാണോ സംഭവിച്ചത് അതിനെ തദ്ഭവ് ശബ്ദ് കഹത്തെ ഹെ, തദ്ഭവ് വാക്കുകളെന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് വാക്കുകൾ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. അപ്പോൾ തത്സം, തദ്ഭവ്. അപ്പോൾ ഒരു ലൈന് തത്സം വാക്കുകളാണ്. അതിനെ മാറിയിട്ട് നമ്മൾ ഹിന്ദിയിൽ തദ്ഭവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന്. രാത്രി, രാത്ത്. ഇപ്പോൾ രാത്രി എല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളത്തിലും രാത്രി എന്ന് പറയും, അത് സംസ്കൃതത്തിലും രാത്രി എന്ന്, ശുദ്ധ സംസ്കൃതം രാത്രിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പക്ഷേ പറയുക, രാത്ത് എന്ന് പറയും അല്ലേ. പക്ഷെ നമ്മൾ പര്യായം എഴുതുന്ന സമയത്ത് ഈ വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാറുണ്ട്. പര്യായത്തിൽ ഈ വാക്ക് തന്നെ പറഞ്ഞാൽ തത്സമിൻ്റെ തദ്ഭവ വാക്കുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ തദ്ഭവിൻ്റെ തത്സം വാക്കുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പര്യായമായിട്ട്. അഗ്നി, ആഗ്. അഗ്നി എന്ന് പറഞ്ഞാൽ തീയ്, ആഗ് പറഞ്ഞേ. ആഗിൻ്റെ പര്യായം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അഗ്നി എന്ന് എഴുതാറുണ്ട്. അതുപോലെ കർപ്പൂർ, കപൂർ. എറിന്നുള്ള ആദ്യം തത്സമിൽ എന്താണ്, എറിന്നുള്ള മേലെ ഒരു മാത്ര വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇതിലേക്ക് മാറിയിട്ടുണ്ട് കപൂർ. പക്ഷെ രണ്ടിൻ്റെ അർത്ഥം എന്താണ്, കർപ്പൂരം തന്നെയാണ്. മലയാളത്തിൽ നമ്മൾ കർപ്പൂരം എന്ന് പറയാറുണ്ട്. ആമ്ര, ആം. എറിൻ്റെ മാത്രം മാറിയിട്ടുണ്ട്, മാങ്ങ. ആം. പക്ഷി, പഞ്ചി. പക്ഷി ബേർഡ്. ചിടിയ എന്നും പറയും ഹിന്ദിയിൽ, പക്ഷെ പഞ്ചി എന്നും പറയും. ഗ്രാമ്, ഗ്രാമം എന്ന് പറയുന്നത് എന്താണ്, ഗ്രാമം എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ ഗ്രാമം, വില്ലേജ്, അതിനെ തന്നെയാണ് നമ്മൾ ഗാവ് എന്ന് ഹിന്ദിയിൽ പറയുക. കക്ഷ, കമറ. കക്ഷ എന്ന് വെച്ചാൽ ക്ലാസ്, അല്ലാന്നുണ്ടെങ്കിലും റൂമിനും പറയാറുണ്ട്, പക്ഷെ നമ്മൾ ക്ലാസ്സിനും പറയാറുണ്ട്. കമറ എന്ന് വെച്ചാൽ റൂം, മുറി. സൂര്യ, സൂരജ്. ഇതൊക്കെ നമ്മൾ പര്യായവാചിയായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അത് തത്സമിൽ പെട്ടതാണ്, തദ്ഭവിൽ പെട്ടതാണ്, അത് രൂപാന്തരം പ്രാപിച്ചതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അടുത്ത കുറച്ച് വേർഡ്സുകൾ. കർണ്, കാന്. കർണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി അല്ലേ. കർണം എന്ന് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്, പക്ഷെ അത് ശുദ്ധ ഹിന്ദി അല്ലെങ്കിൽ ശുദ്ധ സംസ്കൃത വേർഡ് ആണ്. കാൻ, ചെവി. കർമ്മ, കാം. കർമ്മ നമ്മളുടെ കർമ്മം ചെയ്യുക എന്ന് പറയില്ലേ, പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ജോലി ചെയ്യണതിന് കർമ്മം ചെയ്യുക എന്നൊന്നും പറയില്ല, നമ്മൾ കാം കർണ എന്നൊക്കെ പറയുള്ളൂ ഹിന്ദിയിൽ. അശ്രു, ആസു. കണ്ണുനീര്, അശ്രു. ഇതൊക്കെ മലയാളത്തിലും യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. പറഞ്ഞാൽ സംസ്കൃതത്തിലുള്ള കുറേ വേർഡ്സുകൾ നമ്മൾ ഹിന്ദിയിൽ മാത്രമല്ല ഒരുപാട് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഉച്ച്, ഊഞ്ച. പറഞ്ഞാൽ മുകളിലുള്ളത് അല്ലെങ്കിൽ വലിയ ഉച്ചസ്ഥാനം എന്ന് പറയില്ലേ. ഛത്ര, ചാത്ത. ഛത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട, അംബ്രല. ചാത്ത അല്ലെങ്കിൽ ചത്തരി എന്നും പറയാം. ദുഗ്ധ്, ദൂത്. പാല്. ദുഗ്ധ് എന്ന് സംസ്കൃത വേർഡാണ്, ദൂത്. മസ്തക്, മാഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റി, ഫോർഹെഡ്. മയൂർ, മോർ, മയില്. നെക്സ്റ്റ് ദേശജ് ഓർ ആഗത്ത്. ദേശജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശ് എന്ന് വെച്ചാൽ നാട്, ദേശം അല്ലേ. അതിൻ്റെ അർത്ഥം ദേശി എന്നും പറയാം. നമ്മുടെ നാട്ടിലെ ലോക്കലായിട്ടുള്ള വേർഡ്സുകൾ. ഇപ്പോൾ ഇവിടെ ഹിന്ദി സബ്ജക്റ്റാണ്, ഹിന്ദിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഹിന്ദി വേർഡ്സുകളാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം നോർത്തിലുള്ള ഏകദേശം UP, MP അങ്ങനെ പല സ്ഥലത്തും ഹിന്ദി തന്നെയല്ലേ മോസ്റ്റ്ലി സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പല സ്ഥലത്തും ഒരേ വാക്കിന് പല വേറെ വേറെ വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ള ഓരോ വാക്കുകൾ, അപ്പോൾ അതിനെയാണ് ഇവിടെ ദേശജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ മലയാളം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരേ സാധനത്തിന് തന്നെ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ പിന്നെ തൃശ്ശൂർ ഒന്ന് പറയും, തിരുവനന്തപുരത്ത് വേറൊന്ന് പറയും, എറണാകുളത്ത് വേറൊന്ന് പറയും, അങ്ങനെ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ദേശജ് എന്ന് വെച്ചാൽ ആ ലോക്കൽ പർട്ടിക്കുലർ ഏരിയയിൽ ഉപയോഗിക്കുന്ന ആ ലോക്കലായിട്ടുള്ള വേർഡ്സുകൾ. ആഗത്ത് എന്ന് വെച്ചാൽ എന്താണ്, ആഗത്ത്, ആഗമൻ. അതിൻ്റെ അർത്ഥം വരവ്, വന്നത്, വേറെ ഭാഷയിൽ നിന്ന് വന്നത്. വേറെ ഭാഷയിൽ നിന്ന് ഉള്ള ഒരുപാട് വേർഡ്സുകൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആഗത്ത്. ആഗത്ത് അഥവാ വിദേശജ് എന്ന് പറയും. വിദേശജ് അല്ലെങ്കിൽ വിദേശി ഭാഷ ശബ്ദമെന്നോ എന്ത് വേണോ പറയാം. അപ്പോൾ जिन शब्दों की उत्पत्ति हमारे देश की भाषाओं से हुई है. ഏത് വേർഡ്സുകളാണോ നമ്മുടെ ദേശത്തിലുള്ള ഭാഷകളിൽ നിന്നും ഉണ്ടായത്, ഉനെ ദേശജ് ശബ്ദ് കഹത്തെ ഹെ. അതിനെ ദേശജ് വാക്കുകൾ എന്ന് പറയും.
അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഭാഷകളിൽ തന്നെ, നമ്മളുടെ ദേശത്തുള്ള ഭാഷകളിൽ നിന്ന് തന്നെ ഉണ്ടായത്. ഇസ്ക സ്രോത് അഗ്യാതെ. സ്രോത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിൻ, അതിൻ്റെ ഉറവിടം, എവിടുന്നാണ് ഉണ്ടായത് എന്നുള്ളത്. അഗ്യാത്, അറിയില്ലാതെ. പറഞ്ഞ കാലാകാലങ്ങളായിട്ട് മനുഷ്യർ സംസാരിച്ചു കൊണ്ട് വരുന്നുണ്ട്, നമ്മളും സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ വേർഡ്സുകളാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ടോട്ടി, thൈല, ലോട്ട, ഡിബിയ, തോലിയ, ബോത്തിൽ. അപ്പോൾ ടോട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഒരുവിധം പറഞ്ഞാൽ സാധാരണയായിട്ട് ഹിന്ദി സംസാരിക്കുന്നവർക്ക് ടോട്ടി എന്ന് വെച്ചാൽ മനസ്സിലാവില്ല. അത് കുറേ ലോക്കൽ ചില ഏരിയകളിൽ ഉള്ളിലുള്ള ഏരിയകളിൽ പറയുന്ന വാക്കാണ് ടോട്ടി. നമ്മൾ പൈപ്പിന് പറയണതാണ് ആക്ച്വലി ടോട്ടി. പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ട്യൂബ് പൈപ്പല്ല, നമ്മൾ പൈപ്പ് തുറക്കുക അടക്കിയൊക്കെ ചെയ്യില്ല, സെറ്റ്, അങ്ങനെ ഒന്നായിട്ട് അതിന് പറയും ടോട്ടി എന്ന്. thൈല എന്ന് പറഞ്ഞാൽ സെഞ്ചി, അത് എല്ലാവരും യൂസ് ചെയ്യണതാണ്. ലോട്ടയും ഏകദേശം എല്ലാവർക്കും അറിയാം. മൊന്ത എന്ന് പറയും നമ്മൾ. അതിനും ഇനിയിപ്പം നമ്മൾ മലയാളത്തിൽ ഒരു സ്ഥലത്ത് മൊന്ത എന്ന് പറയും, പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് എന്തൊക്കെയാണ് പറയുന്നറിയില്ല. ഡിബിയ എന്ന് വെച്ചാൽ ഡബ്ബാന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഹിന്ദിയിൽ തന്നെ ഡബ്ബാന്ന് യൂസ് ചെയ്യും, മലയാളത്തിലും ഡബ്ബ പറയും, ചില സ്ഥലങ്ങളിൽ അതിനെ ഡിബിയ എന്ന് പറയും. തോലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടവൽ കേട്ടോ. ടവൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ചെറിയ ടവലല്ല, ഹാൻഡ് കർച്ചീഫ് അല്ല, വലിയ ടവൽ, നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ടവലിനെയാണ് തോലിയ എന്ന് പറയുക. പിന്നെ ബോത്തൽ എന്താണ്? ബോത്തൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ക ഹിന്ദി വേർഡൊന്നുമില്ല, പക്ഷേ ആൾക്കാർ ബോത്തൽ എന്ന് സർവ്വസാധാരണമായിട്ട് ഹിന്ദിക്കാർ സംസാരിക്കുമ്പോൾ പറയും, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ബോട്ടിലിനെ തന്നെയാണ്, BOTTLE എന്നുള്ള ഇംഗ്ലീഷ് വാക്കിനെ തന്നെയാണ് ബോത്തൽ എന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ, അതിനെയാണ് ദേശജ് എന്ന് പറയുന്നത്. അടുത്തത് ആഗത്ത്. അപ്പോൾ ആഗത് എന്ന് പറയുന്നതിന് വിദേശജ് എന്ന് പറയും. വിദേശി ഭാഷാവോ ജैसे अरबी, उर्दू, फारसी, अंग्रेज़ी के या किसी अन्य भाषा के शब्दों को വിദേശി യ ആഗത് कहते हैं. അപ്പോൾ വിദേശി ഭാഷകളായിട്ടുള്ള അറബി, ഉറുദു, ഫാർസി, ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ, അതിൽ തുർക്കി ഭാഷയൊക്കെ വരും കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഇനിയും കുറേ ഭാഷകൾ വരും. അപ്പോൾ അതിൽ നിന്നോ, അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നോ അതല്ലാണ്ട് വേറെ ഇനി വല്ല ഭാഷകളിൽ നിന്നോ വന്ന വാക്കുകളെയാണ് വിദേശി യ ആഗത് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അത് പല ഭാഷകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അൽമീര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും, ALMIRAH അൽമിറ എന്ന് എഴുതും. അപ്പോൾ അതിനെ തന്നെ നമ്മൾ മലയാളത്തിലും പറയും, ഹിന്ദിയിലും പറയും, ബാക്കിയുള്ള കുറേ ലാംഗ്വേജിലും പറയും. അലമാറ എന്നും ഒക്കെ പറയും അല്ലേ. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വലി അതൊരു ഇംഗ്ലീഷ് വേർഡാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ എത്ര പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും എല്ലാവർക്കും, അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ വൈദ്യം എന്നൊക്കെ വേർഡ് ഉണ്ട്, പക്ഷെ ഇപ്പം നമ്മൾ വൈദ്യൻ്റെ അടുത്ത് പോയി എന്നൊന്നും ആരും പറയില്ല, ഡോക്ടറെ അടുത്ത് പോയി എന്നേ എല്ലാവരും പറയുള്ളൂ അല്ലേ. ഡോക്ടർ എന്നുള്ളതിൽ ഡായിൻ്റെ മേലെ ഒരു ചന്ദ്രക്കലയുണ്ട്, കുത്തുണ്ടാവില്ല, ചന്ദ്രക്കല മാത്രം. പോലീസിനും പോലീസ് തന്നെയാണ് പറയാം നമ്മളല്ലേ. ആക്ച്വലി അത് ഇംഗ്ലീഷ് വേർഡാണ്, POLICE എന്നുള്ളത്. പക്ഷേ ഇതേപോലെ എല്ലാവരും പോലീസ് തന്നെയാണ് യൂസ് ചെയ്യുക. വോട്ടിന് വോട്ട് തന്നെയാണ് പറയുക. ടിക്കറ്റ്, കോളേജ്, ടയർ, പാർട്ടി, കേക്ക്, സ്റ്റേഷൻ, റബ്ബർ. അപ്പോൾ ഇതിൽ ചിലതൊക്കെ എന്താണ്? ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്, ചിലതൊക്കെ വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് വന്നതാണ്. ഈ ഫാർസി, അറബി, ഉറുദു എന്നൊക്കെ വന്ന വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് വരെ. നസീഹത്ത്, മജ്ബൂർ, ജാഗിർ, തലാഷ്, ബഹാദൂർ, ഫക്കീർ, വക്കീൽ, റിക്ഷ, ചായ്, സുനാമി, ഇതൊക്കെ വേറെ ഏതൊക്കെയോ പിന്നെ ഭാഷകളിൽ നിന്ന് വന്നതാണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അൽമീര തൊട്ട് റബ്ബർ വരെയുള്ളത് മൊത്തം ഇംഗ്ലീഷിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ നസീഹത്ത്, മജ്ബൂർ ഇതൊക്കെ മെയിനായിട്ടും അറബി, ഉറുദു, ഫാർസിയിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഇപ്പോൾ ചായ്, സുനാമി എന്നൊക്കെ പറഞ്ഞാൽ റിക്ഷ, ഇതിൽ സുനാമി എന്നൊക്കെ പറഞ്ഞാൽ ജാപ്പാനി വേർഡാണ് അതല്ലേ. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ത്യയിൽ ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും നമ്മൾ സുനാമി തന്നെയാണ് യൂസ് ചെയ്യുക, അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അതാണ് ആഗത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം. അടുത്തത് സങ്കർ ശബ്ദ്. നമുക്ക് തന്നിരിക്കുന്ന 4 കഴിഞ്ഞു ആക്ച്വലി. എന്തൊക്കെയാണത്? തത്സം, തദ്ഭവ്, ദേശി, ആഗത്ത് കഴിഞ്ഞു. ഇനി ഞാനൊന്ന് പറഞ്ഞില്ലേ, ഇനി ഒന്നും കൂടി ഉണ്ട് എന്നുള്ളത്. സങ്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയില്ലേ, സങ്കര ഇനം എന്നൊക്കെ മലയാളത്തിലും പറയാറുണ്ട്. പറഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ മിക്സ്. ഇപ്പോൾ ദോ ഭാഷാओं के शब्दों से मिलकर बना हुआ शब्दों को സങ്കർ ശബ്ദ് कहते हैं. 2 ഭാഷകളിൽ നിന്ന് വന്നത് പറഞ്ഞാൽ 2 വേർഡും കൂടി മിക്സായി ഒരു വേർഡാകുക. അത് 2 എണ്ണം 2 ഭാഷയിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം പിന്നെന്താണ്? ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റെയിൽഗാഡി, ടിക്കറ്റ് ഘർ, രാജ്മഹൽ, മോംബത്തി, മച്ചർദാനി, ലാട്ടി ചാർജ്, ഇതൊക്കെ അങ്ങനെ ആ 2 ഭാഷകളിൽ നിന്ന് വന്ന 2 വ്യത്യസ്ത വേർഡ്സുകൾ, അത് രണ്ടും കൂടി ഒന്നായിട്ട്, പക്ഷേ എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. ഇപ്പോൾ ടിക്കറ്റ് ഘർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എന്താണ്? ഇംഗ്ലീഷ് വേർഡാണ്, ഘർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും. പക്ഷേങ്കിൽ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ടിക്കറ്റ് ഘർ എന്നൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. റെയിൽ ഗാഡി, അപ്പോൾ അതും ഹിന്ദിയും വേറെ ഏതോ അറബിയോ ഉറുദോ ഏതോ കൂടിയിട്ടാണ്.
രാജ്മഹൽ, മോംബത്തി, മച്ചർദാനി, ലാട്ടി ചാർജ്. ഇപ്പം ലാട്ടി ചാർജ്, ചാർജ് എന്താണ് ഇംഗ്ലീഷ് വേർഡാണ് അല്ലേ. ലാട്ടി ഹിന്ദിയിലും പറയും, നമ്മൾ മലയാളത്തിലും ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം മിക്സ് ആയിട്ട് വരുന്നതാണ് സങ്കർ ശബ്ദ്. ഇത് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടില്ല, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇനി നിങ്ങളുടെ ബഡേ ഭായി സാഹബിലത്തെ ഭാഷാ അധ്യയനത്തെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി എളുപ്പം മനസ്സിലാവും. നിമ്നലിഖിത് തത്സം തദ്ഭവ് ദേശി ആഗത് ശബ്ദോं को दिए गए उदाहरणों के आधार पर छांट कर लिखिए. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരുന്നുള്ളത് വാക്കുകൾ എടുത്തെഴുതണം. അപ്പോൾ ഇതിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തത്സം, തത്സമിൻ്റെ താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? ജന്മസിദ്ധ്. അത് സംസ്കൃതം വേർഡാണ്. അതാണ് ജന്മസിദ്ധ് എന്ന് പറഞ്ഞാൽ ജന്മനാൽ ഉള്ളത്, ജന്മനാൽ കിട്ടിയത്, ജന്മനാലുള്ള കഴിവ് എന്നൊക്കെ പറയില്ല, അതെല്ലാം ആണ് അതിൻ്റെ അർത്ഥം. തദ്ഭവ്, അത് നമ്മൾ അതിനെ പറഞ്ഞാൽ ഓൾറെഡി സംസ്കൃത വേർഡ് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റിയത്, കുറച്ച് പരിവർത്തനം ചെയ്തത്, അതാണ് ആങ്ക്. ദേശജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. ദാൽ ബാത്ത്, ദാൽ ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്ത് എന്ന് വെച്ചാൽ ചോറാണ് കേട്ടോ. നമ്മൾ പരിപ്പും ചോറെന്ന് പറയില്ലേ, അതാണ് ദാൽ ബാത്ത് എന്ന് വെച്ചാൽ അർത്ഥം. ആഗത്ത്, മറ്റുള്ള ഭാഷകളിൽ നിന്ന് വന്നത്. അംഗ്രേസി എവം ഉറുദു അറബി ഫാർസി, ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഉറുദു അറബി ഫാർസി അങ്ങനെയുള്ളതിൽ നിന്ന് വന്നതാണ് ആഗത്ത്. അപ്പം അതിൻ്റെ പൊസിഷൻ ഫസീഹത്ത്. പൊസിഷൻ എന്നുള്ളത് എന്താണ്? ഇംഗ്ലീഷ് വേർഡാണ്. ഫസീഹത്ത് എന്നുള്ളത് അറബിയോ ഉറുദോ അല്ലോ ഫാർസിയോ ഏതൊരു വേർഡാണ്. ഈ കൊടുത്തിരിക്കുന്ന വേർഡ്സുകൾ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തത്സം. തത്സമിൽ ഏതൊക്കെയാണ്? ചേഷ്ട, സൂക്തിഭാൻ, ആധിപത്യ, മേള, പ്രാതകാൽ, വിദ്വാൻ, നിപുൺ, അവഹേളന എന്ന് വെച്ചാൽ ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള വാക്കുകളാണ്, ശുദ്ധ ശബ്ദ ആണ്. ഇതെല്ലാം സംസ്കൃതത്തിൽ നിന്നുള്ള ശബ്ദങ്ങളാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് തദ്ഭവ്. ജാൻ ലേവ, ആങ്ക് ഫോഡ, പന്ന, ഭായ് സാഹബ്. ഇതെല്ലാം എന്താണ്? സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് യൂസ് ചെയ്യുന്ന ഹിന്ദി വേർഡ്സുകളാണ്. ജാൻലേവ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണൻ എടുക്കുന്ന. ആങ്ക് ഫോഡ എന്ന് പറഞ്ഞാൽ കണ്ണ് പൊട്ടിക്കുന്ന. പിന്നെ പന്ന എന്ന് പറഞ്ഞാൽ പേജ്. ബായ് സാഹബ് തന്നെയാണ്. അടുത്തത് ദേശജ്, ഘുഡ്കിയ, ഫട്കാർ. ഇത് ഹിന്ദി വേർഡ്സുകളാണ്. പക്ഷേങ്കിൽ എന്താണ്, നമ്മൾ ആ ഒരു ലോക്കൽ ഏരിയയിൽ ചില ഏരിയയിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഹിന്ദി ഒരുവിധം പറയുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഘുഡ്കിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കുറേ വഴക്ക് പറയില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രാഗ് എന്നോ പ്രാക്ക് എന്നൊക്കെ പറയില്ലേ ലോക്കലായിട്ട്, അതിനെയാണ് ഘുഡ്കിയ അല്ലെങ്കിൽ ഫട്കാർ എന്നൊക്കെ പറയുക. അടുത്തത് ഉറുദു വേർഡ്സുകൾ താലിം, ജൽദ്ബാജി, പുക്ത, ഹാഷിയ, ജമാത്ത്, ഹർഫ്, തമാഷ, മസ്ലൻ ഇതെല്ലാം. അടുത്തത് അംഗ്രേസി, സ്പെഷ്യൽ, സ്കീം, ടൈം ടേബിൾ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അംഗ്രേസി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇനി ഈ തത്സം ശബ്ദമാണോ അല്ലെങ്കിൽ തദ്ഭവ് ശബ്ദമാണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം കേട്ടോ. കുറച്ച് റൂൾസ് ഉണ്ട്. तत्सम शब्दों के पीछे छ का प्रयोग होता है, तद्भव में घ या छ का प्रयोग होता है. അപ്പോൾ തത്സം ശബ്ദ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ ഛ എന്നുള്ള പ്രയോഗമായിരിക്കും, ഛ എന്ന് വന്നിട്ടുണ്ടാവും. എന്നാൽ അത് തദ്ഭവിലേക്ക് മാറണ സമയത്ത് എന്താണ്, അത് മിക്കവാറും ഖ അല്ലെങ്കിൽ ച ആയിട്ട് മാറും. പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ ച ഖ എന്നുള്ളത് തദ്ഭവിൽ വരണതായിരിക്കും എന്നർത്ഥം. എക്സാമ്പിൾ പക്ഷി. പക്ഷി എന്ന് പറഞ്ഞാൽ അത് തത്സം ശബ്ദമാണ്, അതായത് സംസ്കൃത വേർഡാണ്. പഞ്ചി എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയും. അക്ഷി ആങ്ക്, കണ്ണ്. കുക്ഷി കോഖ്. ഇതെല്ലാം ഛ എന്നുള്ളത് മാറിയിട്ട് ഖ ഛ എന്നൊക്കെ ആവുന്നുണ്ട്. അടുത്തത് തത്സം ശബ്ദോं के पीछे ശ്ര യ ശ का प्रयोग होता है. തത്സം ശബ്ദിൽ മിക്കവാറും ശ്ര അല്ലെങ്കിൽ ഷ എന്നുള്ള പ്രയോഗം അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് വരിക. എന്നാൽ തദ്ഭവിലാണെങ്കിൽ അതിന് പകരമായിട്ട് സ എന്നാണ് കൂടുതലും വരിക. പറഞ്ഞാൽ ഇത് മൊത്തം 100% ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒട്ടുമിക്ക വേർഡ്സുകളിലും. പിന്നെ വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള റൂൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീരല്ലേ, അതിന് നമ്മൾ ആ അശ്രു എന്നുള്ളത് സംസ്കൃത വേർഡാണ്, അതായത് തത്സമാണ്. അപ്പോൾ തദ്ഭവിൽ വരുമ്പോൾ അതിന് ആൻസു എന്ന് പറയും. പിന്നെ ആശ, ആസ്, ആഗ്രഹം. നെക്സ്റ്റ് തത്സം ശബ്ദവും കെ പീച്ചെ ഷ ഓർ ത്ര ക പ്രयोग होता है. ഷ എന്നുള്ളതും പിന്നെ ത്ര എന്നുള്ളതുമായിട്ടുള്ള വേർഡ്സുകൾ. ഇഷ്ടിക, ഈൻറ്റ്. ഇഷ്ടിക നമ്മൾ ഇഷ്ടിക എന്ന് മലയാളത്തിലും പറയും, ചെങ്കല്ല് എന്ന് പറയില്ലേ, ബ്രിക്സ്, അതിന് ഈൻറ്റ് എന്ന് പറയും ഹിന്ദിയിൽ. ഛത്ര എന്നുള്ളത് എന്താണ്, കൊട, ഛത്തരി അല്ലെങ്കിൽ ഛാത്ത. അപ്പോൾ അതിന് പകരം ത്ര മാറിയിട്ട് തരി അല്ലെങ്കിൽ ചാത്ത, താന്ന് വന്നു അവിടെ. അടുത്തത് തത്സം ശബ്ദവും കെ പീച്ചെ റ് കി മാത്ര കാ പ്രयोग होता है. റിൻ്റെ മാത്ര എങ്ങനെയാണ്, അങ്ങനെ സി പോലെ ഇടില്ലേ അത്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മേലെ എറിന്ന് വരില്ലേ, അതും പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ കൃഷക് എന്നുള്ളത് സംസ്കൃത വേർഡാണ്, അതായത് തത്സം വേർഡാണ്. അപ്പോൾ അത് ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന് കിസാൻ, സ എന്ന് വരും. അതിൽ മിക്കവാറും ഇതിലും സ എന്ന് വരും. അല്ലാതെയും വരാൻ ഉള്ള വേർഡ്സുകൾ ഉണ്ട് കേട്ടോ. അടുത്തത്
तत्सम शब्दों के पीछे र की मात्रा का प्रयोग होता है. र എന്നുള്ള മാത്ര എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ പിന്നെ ഒരു ലൈൻ ഇടും, അതിനാണ് പിന്നെ രാൻ്റെ മാത്ര അങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക. ആമ്ര ആം, മാങ്ങ. ആമ്ര എന്ന് പറഞ്ഞാൽ സംസ്കൃതം വേർഡാണ്. ആം നമ്മൾ സാധാരണ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. ഭ്രാത ബായി, ബ്രദർ. नेक्स्ट तत्सम शब्द में व का प्रयोग होता है, तद्भव में ब का प्रयोग होता है. തത്സം ശബ്ദത്തിൽ വ എന്ന് വെച്ചായിരിക്കും കൂടുതലും വരിക, അത് തദ്ഭവിൽ വരുന്ന സമയത്ത് ബ എന്നായിരിക്കും കൂടുതലും. ഇത് കുറച്ച് ബേസിക് റൂൾസും കുറച്ച് ഹിൻസാണ്. അതിൻ്റെ അർത്ഥം 100% വേർഡ്സ് ഇതുപോലെ ആയിരിക്കണം എന്നില്ല, ഒട്ടുമിക്ക വേർഡ്സുകൾ ഇതുപോലെ ആയിരിക്കും എന്നർത്ഥം. ഇനി ഇതിൽ അടുത്ത 4th 5th സകർമ്മക് അകർമ്മക് എന്നുള്ളത് വേറെ വീഡിയോ ആയിട്ട് പാർട്ട് 4 ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ.